വിനോദ് ലീല സംവിധാനം ചെയ്ത മന്ദാകിനി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഈ സിനിമയിലെ ഒരു കല്യാണ വീടും അതിലെ ഒരു രസകരമായ കുറേ സീനുകളും ഒക്കെ കൂടിയുള്ളൊരു സിനിമയാണ് ഈ സിനിമ. ഒരു കൊച്ചു മൂവിയാണ്. ഈ കൊച്ചു മൂവി വളരെ ഭംഗിയിൽ വൃത്തിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ അൽത്താഫ് സലീം, അനാർക്കലി രണ്ടാളുള്ള കോമ്പിനേഷൻ വളരെ നന്നായിട്ടുണ്ട്. രണ്ടാളും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. അൽത്താഫ് സലീമിനെ കാണുമ്പോൾ തന്നെ ചിരി വരും. പിന്നെ എല്ലാ ഫിലിമിലും അറിയുന്നതാണ് അൽത്താഫ് സലീമിൻ്റെ ഒരു ആക്ടർ കോമഡി എങ്ങനെയാണെന്നുള്ള എല്ലാവർക്കും അറിയണം. അപ്പോൾ അൽത്താഫ് സലീമിൻ്റെ ആ ഓരോ പെർഫോമൻസ് കാണുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. ഇവർക്ക് നോക്കിയ അന്തരത്തിലെ ഒരു ശ്രീനിവാസൻ്റെ ഒക്കെ ലുക്ക് പോലാണ് ഈ സിനിമയിൽ അൽത്താഫ് സലീം അഭിനയിച്ചിട്ടുള്ളത്. പിന്നെ ഈ സിനിമയിൽ കുറേ കഥാപാത്രങ്ങളുണ്ട്. എല്ലാവരും വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എടുത്തു പറയേണ്ട 2 ക്യാരക്ടറുകളുണ്ട്. വളരെ നന്നായിട്ടുണ്ട് ഈ സിനിമയിൽ. അഖിലും വിനോദ് തട്ടിലും ഒരു രക്ഷയില്ല. രണ്ടാളും വളരെ നന്നായിട്ട് ഈ സിനിമയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശരിക്കുള്ള അനാർക്കലിയേക്കാളും കല്യാണ വേഷത്തിൽ അനാർക്കലിനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ സിനിമയിൽ കൂടെ കാണുമ്പോൾ. പിന്നെ സിനിമയിൽ കുറേ നല്ല രസമുള്ള കോമഡികളുണ്ട്. പിന്നെ സിനിമയിൽ ഒരു കല്യാണ വീട്ടിൽ കുറ്റം പറയാനായിട്ട് കുറേ സ്ത്രീകളും കുറേ കുശുമ്പായിട്ടുള്ള കുറേ സ്ത്രീകളും അതിനോട് അങ്ങനത്തെ കുറേ സീനുകളുണ്ട്. അതൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ സോങ്സൊക്കെ കുഴപ്പമില്ല, അത്ര നല്ലതെന്ന് പറയാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല, കേട്ടിരിക്കാൻ പറ്റിയ സോങ്സ് ഉണ്ട്. ഈ സിനിമ നെടുമ്പാശ്ശേരിൻ്റെ അടുത്താണ് ഷൂട്ട് ചെയ്തതെന്നാണ് ഈ സിനിമയിലൂടെ പറയണത്. അത് ഒറിജിനലാണോ അതോ ഞാൻ സെറ്റിട്ടതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ നന്നായിട്ട് തന്നെ ആ ഫ്ലൈറ്റ് ഇറങ്ങണതും കയറുന്നതും അങ്ങനെ ഫ്ലൈറ്റ് അങ്ങോട്ട് കൊണ്ട് പോകുന്നതൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമനെ പറ്റി പറയുകയാണെങ്കിൽ സിനിമ ബോറില്ല, കണ്ടിരിക്കാം. 1 ടൈം വാച്ചിങ് ഉള്ള ഒരു മൂവിയാണ്. ബോറില്ല, കണ്ടിരിക്കാം. ഒരു 1 ടൈം വാച്ചിങ് ഉണ്ട്. പിന്നെ ഈ സിനിമയിൽ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയെന്ന് ഒറ്റൊന്നുള്ളൂ, ഒരു യൂട്യൂബിലുള്ള ഒരു ചെക്കൻ ഈ സിനിമയിൽ കൂടെ എങ്ങനെ വന്നിരിക്കുന്നത്, ഒരു മാപ്പിള സോങ്ങിലൊരു ഒരു ഭ്രാന്തി പെണ്ണിനായിട്ട് അഭിനയിക്കുന്ന ഹസ്ബൻഡും വൈഫായിട്ട് യൂട്യൂബിലുണ്ട്. അവൻ്റെ പേര് എനിക്കറിയില്ല. അവൻ എന്തിനാണോ ഇതിൻ്റെ ഉള്ളിലേക്ക് തള്ളി കയറ്റിക്കണമെന്ന് എനിക്ക് മനസ്സിലായില്ല. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. ആ ഒരു ഊള ചെക്കനാണ്, എവിടുന്ന് കിട്ടിയാവോ അവനെ. വേറെ ഒന്നും എനിക്ക് സിനിമയിൽ നെഗറ്റീവായിട്ട് തോന്നില്ല. കണ്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു മൂവി. എനിക്കൊണ്ട് ഞാൻ അവനായിട്ട് പൈസ ഇറക്കിക്കണമെന്ന് അറിയില്ല സിനിമയ്ക്ക് വേണ്ടിയിട്ട്. യൂട്യൂബിൽ ഹസ്ബൻഡും വൈഫും കൂടി തനി ഊള പറ്റ തള്ള സഹിക്കില്ല, അങ്ങനത്തെ ഒരു പരിപാടിയാണ്. ശരിക്കും ഒരു തനി ഭ്രാന്തിനെ പോലത്തെ ഒരു പെണ്ണും ഒരു കോമാളി പോലത്തെ ചെക്കനും. അവന് ഈ സിനിമയിലുണ്ട് ചെറിയൊരു സീനിൽ, പേരൊന്നും എനിക്കറിയില്ല. അവനൊരു സീന് സിനിമയിൽ കൊടുത്തിട്ടുണ്ട്. അതുമാത്രമേ എനിക്ക് ആ ചെക്കൻ്റെ ഇത് ഊള പരിപാടി ഇടയ്ക്ക് യൂട്യൂബ് നമ്മളിങ്ങനെ മാറ്റി നോക്കുമ്പോൾ ഇടയ്ക്ക് ഈ വൃത്തികെട്ട സോങ് വരും. അങ്ങനെ അവൻ്റെ ഫേസ് എനിക്ക് എത്ര ഓർമ്മ വന്നത്. എന്തായാലും നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായും കാണുക. സിനിമ കണ്ടിരിക്കാം, ബോറില്ലാത്തൊരു മൂവിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാവുന്ന ഒരു ചെറിയ കൊച്ചു നല്ലൊരു മൂവിയാണ്. എന്നുവെച്ചാൽ അടിപൊളി മൂവി എന്നല്ല, കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾ